താജ്മഹൽ കാണാൻ പോവാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആവേശത്തിലാണ് താജ്മഹലിൻ്റെ മുന്നിൽ. നമസ്കാരം. ഓൾ ഇന്ത്യ കാർ ലൈഫിൻ്റെ 8ാമത്തെ ദിവസമാണ്. അങ്ങനെ 6ാമത്തെ സംസ്ഥാനമായ ഉത്തർപ്രദേശിലാണ് ഇപ്പോൾ ഉള്ളത്, ആഗ്രയിൽ എന്താണ് എല്ലാവർക്കും അറിയുന്നത്. ആഗ്രയിൽ മെയിനായിട്ട് താജ്മഹൽ തന്നെ. താജ്മഹൽ അല്ലാതെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 7ാമത്തെ സംസ്ഥാനം ടൂളൊന്ന് വന്ന് മഹാരാഷ്ട്ര കൂടെ. പക്ഷെ മഹാരാഷ്ട്ര നമ്മൾ അവിടെ നിന്ന് വണ്ടി നിർത്താനോ ഒരു മണിക്കൂർ റണ്ണിങ്ങോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ വണ്ടി നിർത്താനും ഒന്നും നിന്നിട്ടില്ല, അവിടെ നിന്ന് വീഡിയോ എടുക്കാനും നിന്നിട്ടില്ല. നേരെ ആഗ്രയിലേക്കാണ് വന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒന്നിക്കും ഡൽഹിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടുന്ന് മണാലിയിലേക്ക് ഡയറക്റ്റ് പോകണം, ഡൽഹിയിൽ സ്റ്റേ ചെയ്യാതെ. അങ്ങനെ ഒരു പ്ലാനിലുണ്ട്. അതെന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇന്ന് ഏതായാലും മൊത്തമായിട്ട് ആഗ്ര ഉണ്ടാവും. ഇന്നലെ 5 മണിക്ക് വന്നിക്കണേ. ഇന്നലെ പിന്നെ വീഡിയോകളൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ കണ്ടിന്യൂ ആയിട്ടാണുള്ളത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് വീഡിയോ പോകുന്നത്. അപ്പം പഴയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പഴയ വീഡിയോകളൊന്ന് കാണാം. ഇപ്പോൾ രാവിലെ 6:20, 5:30 മണി പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ ഉറങ്ങിപ്പോയി, കുറേ യാത്ര ചെയ്യാൻ പറ്റിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 6:20 ഇപ്പം ഇറങ്ങാൻ പോകണേ. നമ്മൾ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. വണ്ടി എവിടെ പറയാൻ പോയിട്ട് പറഞ്ഞില്ല. അങ്ങനെ ഇന്നലെ നമ്മൾ ഇവിടെ ഈ സ്ഥലത്തെത്താൻ കാരണം നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു. ഫോണിൽ കൂടെ അല്ല, ഒരു കേരളത്തിൽ ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട്. അത് ഹോട്ടൽ ഡസ്ലിംഗ് അപ്പുറം കാണാൻ ലൈറ്റ് കാണാൻ കുറേ ലൈറ്റിൻ്റെ ഡസ്ലിംഗ്, അതാണ് ഹോട്ടൽ. ആ ഹോട്ടലിൽ ഫുഡ് എടുക്കാൻ 4,500 രൂപയാണ് പറഞ്ഞത്. 4,500 രൂപ പറഞ്ഞു റൂമിന് ഫുഡ് എടുക്കാൻ. പക്ഷെ അങ്ങനെ ഞങ്ങൾ ഫുഡ് വേണ്ട പറഞ്ഞപ്പോൾ 3,000 തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ലൊക്കേഷൻ വിട്ടിട്ട് അവിടെ വന്നത്. ലൊക്കേഷൻ വിട്ട് ഇവിടെ എത്തി. ഇവിടെ എത്തുന്ന സമയത്ത് കുറച്ച് ഇവിടെ വണ്ടിയൊക്കെ കുറേ ഉണ്ട്. നല്ല തിരക്കായിരുന്നു. വൈകുന്നേരമല്ല, 5:30 ആ സമയത്തല്ല, നല്ല തിരക്കായി. അപ്പോൾ ഈ നേരത്തിൽ നമ്മൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ സ്ലോ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ റൂം 699 699 രൂപയ്ക്ക് റൂമെന്ന് പറഞ്ഞേ ഒരു ബോർഡാണത്. റൂമിൻ്റെ ഫോട്ടോ കണ്ട്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഒന്ന് പോയി നോക്കാം, അവിടെ ഒന്ന് റൂം പോയി വെക്കുന്ന പറഞ്ഞു. ആ റൂം പോയി നോക്കുമ്പോൾ അടിപൊളി റൂമാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസം നിൽക്കാനല്ലേ, അപ്പോൾ നമുക്ക് അത്ര വലിയ പ്രശ്നമില്ല. അപ്പോൾ അഡീഷണൽ ഒരു ബെഡ് കൂടി വേണം ഉണ്ടെങ്കിലുള്ളതെന്ന് പറഞ്ഞപ്പോൾ അതിന് ഒരു 300 രൂപ. എന്നാലും നമുക്ക് 1000 രൂപയ്ക്ക് എന്തായി റൂമായി. 2 ദിവസം തന്നെ 2,000 വരുള്ളൂ. അപ്പോൾ അവിടെ 2 ദിവസത്തേക്കാൾ 6,000 വരും. എന്നാലും 4,000 നമുക്ക് വെച്ച് നോക്കാം. അപ്പം ഈ ബഡ്ജറ്റ് യാത്രയല്ല, അപ്പോൾ ഇങ്ങനെയൊക്കെ മതി എന്നുള്ള ലെവലിൽ ഇന്നലെ റൂം എടുത്ത്. വലിയ കുഴപ്പമൊന്നുമില്ല റൂമിന്. ചുടുവെള്ളം ചെയ്യാന്നുള്ളൂ. ചുടുവെള്ളത്തിന് വലിയ ആവശ്യമൊന്നുമില്ല, കാരണം തണുപ്പൊന്നും അത്ര കൂടുതലൊന്നുമില്ല വെള്ളത്തിന്. അങ്ങനെ ഫുഡില്ല. ഫുഡ് പുറത്തുനിന്നാണ് കഴിക്കുന്നതൊക്കെ. അവിടെ ഫുഡില്ലാതെ തന്നെയാണ് 3,000 പറഞ്ഞത്. അപ്പോൾ ഈ ബഡ്ജറ്റ് റൂമായ 700 രൂപയ്ക്ക് ഈ റൂം എടുത്തിട്ടാണ് ഇന്നലെ നമ്മൾ അവിടെ തങ്ങിയത്. ഈ ഹോട്ടലിൻ്റെ പേര് ഗ്രാൻഡ് സുദർശൻ. താജ്മഹലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് താജ്മഹൽ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഹോട്ടലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറയും വരിയാണല്ലോ ഉണ്ടാവും. അതുകൊണ്ട് കാരണം നാളെ ലീവാണ്, വെള്ളിയാഴ്ച താജ്മഹൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പം വ്യാഴാഴ്ച അന്നായതുകൊണ്ട് തിരക്കുണ്ടാവും. ഓൺലൈൻ ടിക്കറ്റ് എടുക്കാറുണ്ട്. ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുവന്ന ഓട്ടോ ഇലക്ട്രിക് ഓട്ടോ ആണ് 100 രൂപ ചാർജ് ആക്കിയത്. ഓട്ടോ ഡ്രൈവർ തന്നെ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യണം നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ താജ്മഹൽ കാണാൻ പോവാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആവേശത്തിലാണ് താജ്മഹലിൻ്റെ മുന്നിൽ വണ്ടി അതൊരു സ്റ്റോപ്പ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. താജ്മഹലിൻ്റെ ട്രൈപ്പോഡ് നമ്മുടെ ഇടതല്ല, അപ്പോൾ അങ്ങോട്ട് പോയി കൊടുക്കാം. 1874 82 ഇത്ര മാറ്റങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വരുത്തിക്കുന്നുള്ളേ. 98 ഇല്ല
അപ്പോൾ പില്ലറൊന്നും ഡാമേജ് ആയിട്ട് ഔട്ടർ വാള് അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലൊക്കെ എത്തി. ഭയങ്കര വല്ലാത്തൊരു ഫീലായിട്ടുള്ളത് താജ്മഹൽ. ഗേറ്റിലേക്ക് അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഗേറ്റുകളുണ്ട്. ഇൻഡോറിനൊന്നും താജ് കാണുന്നില്ല കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. മാഷാഅല്ലാ, അടിപൊളി. താജ്മഹലിലെ കാഴ്ച ഇവിടെ തുടങ്ങിയാണ്. കണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിൽ എന്തൊരു സ്ഥലം. ജീവിതത്തിൽ ഒരു പ്രാവശ്യങ്ങൾ ഇവിടെ വരണ്ടേ? ചോദിക്കാം. അടിപൊളി. അത് പോയിട്ട് നമുക്കൊന്നും കൊണ്ട് നോക്കാം, കൂടുതൽ കാണാം. മെയിൻ ഗേറ്റിൻ്റെ ഭാഗം ഉണ്ടത്, ഉള്ളെന്നുള്ള ഭാഗം. മുന്നോട്ട് പോയേക്കാം. സൂര്യന് ഉദിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുമാണ് ഇതിൻ്റെ ഭംഗി കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സൂര്യൻ ഉദിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സൂര്യൻ ചിലപ്പം സമയം 7 മണിയായി. കുറച്ച് ക്ലൗഡുണ്ട്, മഞ്ഞുണ്ടായതുകൊണ്ട് സൂര്യന് വരാൻ ലേറ്റ്. എന്താ സംഭവം, സൂര്യന് ഉദിച്ച് വരുന്നുള്ളവിടെ. സൂര്യന് ഉദിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ലൈറ്റ് സൂര്യനെ ഉദിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു ഇത് കാണാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് കയറാം, ആ ഒരു കാഴ്ച കൂടി കണ്ടിട്ട്. പക്ഷേ ഇത് വീഡിയോയിൽ എത്രമാത്രം ഇതാണ് മനസ്സിലാക്കുക. നമ്മൾ ഫോണിൽ കളിക്കുന്നത്, പക്ഷേ ഡയറക്റ്റ് കാണാൻ പറ്റില്ല. ഒരു രക്ഷയില്ല കേട്ടോ. വർഷങ്ങളെടുത്ത് ഒന്ന് ആഗ്രഹത്താണ് ഈ താജ്മഹൽ ഒന്ന് കാണാൻ. അടിപൊളി. ഇത്ര നേരത്തെ തന്നെ എല്ലാവരും വിദേശികൾ, ഒരുപാട് വിദേശികളുണ്ട്. ഇന്ത്യൻ ട്രഡീഷണൽ സാരിയൊക്കെ എടുത്തിട്ട് നല്ല ഒരുപാട് വിദേശികൾ ഫുള്ള് ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ സൂര്യൻ ഉദിക്കുന്നതും വെളിച്ചം കാണുന്ന വരെ നിൽക്കാൻ വേണ്ടിയിട്ട്, ആ തിളക്കം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് ആൾക്കാർ സെൽഫി എടുത്തിട്ട് മിലിറ്ററി ആണ്, സെക്യൂരിറ്റി കമ്പനി മിലിറ്ററികളാണ്. ഭയങ്കര ചെക്കിങ് ഉണ്ടോ, സെക്യൂരിറ്റി ചെക്കിങ് അവിടെ നല്ല ചെക്കിങ്. ID കാണിച്ചോ, പിന്നെ അവിടെ നമ്മൾ ചോദിക്കും വെള്ളം അങ്ങനത്തെ ഒന്നും കൊണ്ടുവരാനൊന്നും പാടില്ല. പിന്നെ സർവീസ് കൊണ്ടുവരാൻ പാടില്ല. നല്ലൊരു നല്ല കാര്യം തന്നെ. ഉള്ളിൽ അത്രയും സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് വിടുന്നത്. ഇപ്പോൾ സൂര്യനിങ്ങനെ ഏകദേശം സൂര്യനായി വരുന്നുണ്ട്. അതിൻ്റെ ഒരു
തിളക്കങ്ങനെ വന്നുകൊണ്ട് ക്യാമറ കാണാൻ പറ്റുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും പുറത്തുതന്നെ ഇരിക്കാം കേട്ടോ. സൂര്യന് ഒന്നും കൂടി തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുമല്ല പുറത്ത് ഇരുന്നിട്ട് അങ്ങനെ അതിൻ്റെ നേരെ മുന്നിൽ താജ്മഹൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ എന്ത് രസമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളിൽ കയറാനല്ലേ. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കാണില്ലല്ലോ, ഉള്ളിലെ കാര്യങ്ങളും മാർബിളൊക്കെ കാണാനില്ല. പുറത്തുനിന്നുള്ള അതിൻ്റെ വ്യൂ അങ്ങനെ ആസ്വദിക്കണം ശരിക്കും. നമ്മൾ ഓൾ ഇന്ത്യ കാർ ലൈഫിൻ്റെ ഇപ്പം ചാർമിനാർ കഴിഞ്ഞ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കാണുന്നത് ഈ താജ്മഹൽ. അപ്പം താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകട്ടോ. അകത്തേക്കൊന്ന് കയറാൻ പോകണേ. നല്ല സെക്യൂരിറ്റി, ക്ലീനിങ്, എന്താ പറയുക, ഭയങ്കര ഗൈഡ്നെസ്, എല്ലാ കാര്യങ്ങളും പറയുന്നപ്പം താജ്മഹൽ സന്ദർശിക്കുന്ന താജ്മഹലുള്ളത് അത്രയും മിലിറ്ററി സെക്യൂരിറ്റി എല്ലാം ഭയങ്കര ചെക്കിങ് എല്ലാം ഉണ്ട്. ഇതേമാതിരി തന്നെ നമുക്ക് ആ താജ്മഹൽ ചാർമിനാറോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര നന്നേനെ. അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ക്ലീനോ അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ ഇപ്പോൾ 500 മീറ്ററിലേക്ക് വണ്ടി നമ്മൾ ഇവിടെ കടത്തിക്കൊണ്ടില്ല. അവിടെ കണ്ടല്ലോ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോ കണ്ടു ഉദ്ദേശിക്കുന്നത്. ഫുള്ള് കച്ചവടക്കാരും കാര്യങ്ങളായിട്ട് വളരെ ദയനീയ അവസ്ഥയിലാണ് ചാർമിനാർ ഭാഗത്തുള്ളത്. പക്ഷെ നമുക്ക് ഇത് നേരെ മറച്ചു. ചാർമിനാറും അതേമാതിരി തന്നെ ഒന്ന് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ വേറൊരു കൗണ്ടറുണ്ട്, ടിക്കറ്റ് കൗണ്ടർ. ഉള്ളിലേക്ക് അകത്തേക്ക് കയറാൻ നമ്മൾ ഓൺലൈനായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് 250 ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എടുത്തു. ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും. അതിന് അകത്തേക്ക് കയറാൻ 50, ഉള്ളിലേക്ക് കയറി 250 വരാം. ഉള്ളിലേക്കുള്ള കൗണ്ടർ അവിടെ പുറത്തുനിന്ന് എടുക്കാൻ മറന്നാലും കുഴപ്പമില്ല. ഉള്ളിൽ ഇവിടെ നിന്നുണ്ട്, അതിനെ ഉള്ളിൽ കൗണ്ടറുണ്ട്. ബാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാനുള്ള. അതേമാതിരി തന്നെ നമുക്ക് ഉള്ളിൽ കയറണമെങ്കിൽ ഷൂവിന് കവറിടണം. ഷൂവിന് ഒരു കവറിടണം. പുറത്തുനിന്ന് കാർ പാർക്കിൻ്റെ അടുത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ 10 ഉറുപ്പിക വന്നതിന് ഉള്ളിലേക്ക് നിർബന്ധമായിട്ട് കവറിടണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മളോട് വാങ്ങിക്കും, 3 വാങ്ങി 30 ഉറുപ്പിക്ക്. പക്ഷേ അയാളെ ദയനീയാവസ്ഥ കണ്ടിട്ടാണ് വാങ്ങിയത്. സംഗതി ഇതിനുള്ളിൽ എന്തുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ സാധനം കിട്ടും. അത് ഇവിടെ പൈസേൻ്റെ ആവശ്യമില്ല. നമ്മൾ ടിക്കറ്റ് എടുത്താൽ തന്നെ ഇവിടെ ഉള്ളിലേക്ക് കയറാൻ ഷൂവിൻ്റെ ഇത് കിട്ടുന്നുണ്ട്. പുറത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. കടകളിലൊക്കെ വെക്കുന്നുണ്ട്, 20 രൂപ 30 രൂപ കടകളിലൊക്കെ വെക്കുന്നത്. പക്ഷേ ശരിക്കും ഇതിനുള്ളിൽ ഫ്രീ കിട്ടുമെന്ന് അറിഞ്ഞിട്ടും അറിയാതെ കുറേ ആൾക്കാർ വാങ്ങുന്നുണ്ട്. നമ്മളെടുക്കും, നമ്മൾ ആദ്യം അറിയാതെ വാങ്ങി ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ള മനസ്സിലായത്. ഈ 4 ഭാഗം ഒരേ മാതിരി തന്നെയല്ലോ വരുന്നത്. ഇവിടെ നിന്നൊക്കെ വേറൊരു കാരണം പിന്നെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് യമുന നദി ഒന്ന് കാണാം. ഇതിനൊപ്പം യമുന നദി തീരത്താണല്ലോ താജ്മഹൽ കയറി. തൊട്ടടുത്ത് തന്നെ നദിയിൽ ഒന്ന് അവിടെ പോയേക്കാം. ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ 2 ഫോർട്ടിൽ പോയതുകൊണ്ട് ഫോർട്ടിൽ പോകേണ്ടതാണ്. പക്ഷേ ഈ താജ്മഹൽ കണ്ടുകൊണ്ട് ആഗ്ര ഫോർട്ട് കൊണ്ടൊന്ന് കാണുന്നുള്ളൊരു ആഗ്രഹം. ഏതായാലും കുറച്ച് വീഡിയോ അവിടുത്തെ ഉണ്ടാവുള്ളൂ. കാരണം ഓൾറെഡി എൻ്റെ 2 വീഡിയോ വരുന്നത് ആഗ്ര ഫോർട്ടിനാണ്. അതുകൊണ്ട് കുറച്ച് വീഡിയോ അവിടുത്തെ 2 വീഡിയോ ഓൾറെഡി ഫോർട്ടിന് വന്നുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഞാൻ ഈ താജ്മഹലിൻ്റെ കൂട്ടത്തിൽ ആഗ്ര ഫോർട്ട് കാണിക്കും. അപ്പം യമുന തീരത്ത് రాళ్ళు లేకుండా ఉంటాయి పాతయి. യമുന, ഗംഗ യമുന എന്നുള്ളത് യമുന. ഇപ്പം ക്ലൗഡാണ്. അവിടെ ഒരു കാണുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങനെ ക്ലിയർ അല്ലല്ലേ. യമുന നദിയിൽ ബോട്ടിംഗ് ഉണ്ടല്ലോ,
അപ്പുറത്തൂടെ ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നാൽ അതിൽ ബോട്ടിംഗ് ഉണ്ട്. അങ്ങനെ ഷൂവിൻ്റെ മുകളിൽ കവറൊക്കെ ഇട്ട് അകത്തേക്ക് കിടക്കാനുള്ള പരിപാടിയാണ്. അകത്തേക്ക് കിടക്കാനുള്ള പരിപാടിയാണ്. 200 എക്സ്ട്രാ 200 രൂപേൻ്റെ ടിക്കറ്റാണ്. നമ്മൾ ആദ്യം ഓൺലൈനിൽ എടുത്താൽ അല്ലെങ്കിൽ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടി. സ്റ്റെപ്പ് മരുത്തിന് കേട്ടോ. അങ്ങനെ മേലെത്തി. ഇത് കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയും കേട്ടോ. എത്ര വർഷം മുന്നേ ഉണ്ടാക്കാമെന്നുള്ളത്. അല്ലേ മുന്ന? ഉള്ളിൽ ഫോട്ടോ അലൗഡ് അല്ലെന്നാണ് പറഞ്ഞേ. അപ്പം വീഡിയോ എടുക്കാൻ പറ്റില്ല അറിയണേ. കുറച്ച് പേരെ അങ്ങോട്ട് കൊണ്ടുപോയേക്കാം. എന്താ പറയുക, അതിനുള്ളിൽ സ്റ്റേ എന്താ നോക്കാം. എന്നാ പ്ലീസ് ഡോൺ സ്റ്റേ. ഫോട്ടോ വീഡിയോ ഒന്നും അലോഡ് അവിടെ. കാരണം ഒരു അവരെ കവറിരിക്കാത്ത സ്ഥലമാകുമ്പോൾ സൗണ്ടായിരിക്കും. നമ്മളെ ഉള്ളിൽ കയറി കിട്ടാം. അതൊക്കെ സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇതിനാണ് സൗണ്ട് ഉള്ളിൽ കയറിയിട്ട് സൗണ്ട് വാളൊക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ള സൗണ്ട് അതൊരു ഉപയോഗം. അതിനുള്ളിൽ ക്യാമറ അലോഡല്ല. കാരണം അതിനുള്ളിൽ ഒരുപാട് രത്നങ്ങളുണ്ട്. ഡയമണ്ട് ഒരുപാട് ഇവിടുന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അതിനുള്ളിലുണ്ട്. കാരണം ഞാനിപ്പോൾ ക്യാമറ എടുത്തില്ല. പക്ഷേ അവിടുന്ന് ഫോറിൻ ടീമിന് ഗൈഡിനായിട്ടുള്ള വന്നത്. ആ ഗൈഡിന് ഓരോ ലൈസർ വന്ന സാധനം എടുത്തിട്ട് അടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തിളക്കാൻ അതിൽ താമരമായിട്ട് കുറേ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ച് അതിങ്ങനെ കാണിക്കുമ്പോൾ അങ്ങനെ ശരിക്കും വൈരക്കല്ല് തിളങ്ങുന്നത്. അപ്പോൾ അവരാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് ഇവിടുന്ന് പട്ടിയുടെ ഫോട്ടോഗ്രാഫി ഞാൻ വേണ്ട പറഞ്ഞത്. ഒക്കെ രത്നങ്ങളാണ് പറഞ്ഞത്. അതായത് മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും ഖബർസ്ഥാനാണ് ഉള്ളത്. താജ്മഹലിൻ്റെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. അത്രയൊന്നും എൻ്റെ വീഡിയോ വന്നിട്ടില്ലെങ്കിലും ഇതും കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. എല്ലാവരും എൻ്റെ വീഡിയോസ് എൻ്റെ ചാനലിൽ കണ്ടിന്യൂ കാണുന്നത്. ഒരുപാട് കംപ്ലൈൻ്റ് ഉണ്ട് എനിക്ക് അവതരണം, എൻ്റെ സംഭാഷണം, പിന്നെ കണ്ടൻറ്റിൻ്റെ കുറവുകൾ. തുടക്കക്കാരല്ലേ, വരും, റെഡിയാവും, നോക്കാൻ മതി അല്ലേ. നിങ്ങളൊക്കെ കൂടെ ഉണ്ടായാൽ മതി. ഞാൻ ബംഗ്ലാദേശിൽ പോയി എടുത്ത വീഡിയോസും ഇപ്പോഴത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമില്ലേ. അതേമാതിരി തന്നെ എനിക്ക്
എൻ്റെ ഫോളോവേഴ്സും അതേമാതിരി വ്യൂസും അതേമാതിരി കൂടുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷം. ഈ യാത്രയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം ഒന്നതാണ്, എനിക്ക് ഫോളോവേഴ്സും വ്യൂസും കൂടുന്നത്. അത് ഒന്നും കൂടി എനിക്ക് യാത്ര ചെയ്യാൻ ആവേശം സീസൺ 2 ഒന്നും കൂടി എന്താ പറയുക ആവേശം കൊള്ളിക്കണം. ഇനിയിപ്പം താജ്മഹലിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് ഇനി ഇവിടുന്ന് ആഗ്ര ഫോർട്ടിലേക്ക് പോകണം. ഇവിടെ ഉണ്ടല്ല, ഇതൊരു കവാടം. ആദ്യം വരുന്ന ഇവിടെ ഒന്ന്, പിന്നെ നമ്മൾ വന്ന ഒന്ന്, ഇതാണ് ഇങ്ങോട്ടേക്ക് എൻട്രൻസ്. രണ്ടും ഇതാണ്. പക്ഷേ 3 ഒരേമായിട്ടുള്ള കവാടങ്ങളുണ്ട്. അതിലും താജ്മഹലിനോട് വിടാം. താജ്മഹൽ തിരിച്ചു പോണ വഴിയാണ്. ഈ പോണ വഴിക്കാണ് ഇപ്പോൾ സൂര്യൻ ഒന്നും കൂടി ഉദിച്ചപ്പം അതിൻ്റെ ഒരു കാഴ്ച വേറെ തന്നെ. ലാസ്റ്റ് നമ്മൾ കുറേ നേരം അത് ആദ്യം വെയിറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. അപ്പോൾ ഇറങ്ങാൻ തിരിച്ചു പോണ സമയത്താണ് ഒന്നും കൂടി ഞാൻ കാണുന്നത്. ഭയങ്കര കാഴ്ച. അതൊന്നും കൂടി ഒരു വീഡിയോസ് ഒന്ന് നോക്കാം. ഞാൻ നേരത്തെ പറയില്ല, സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ട് ചെക്കിങ് മിലിറ്ററിയാണ് ഫുള്ള്. ഇതിൻ്റെ BSF ആണ് ഇതിൻ്റെ സെക്യൂരിറ്റി. ഭയങ്കര ഇതാണ്. ഇതിൻ്റെ മേലെ കൂടെ വിമാനം പോകില്ല, പിന്നെ ഇതിനുള്ളിൽ റേഞ്ച് ഇല്ല, GPS ഇല്ല, ഒന്നും ഇല്ല, ടെലിഫോൺ ഇതൊന്നും ഇതിനുള്ളിൽ കിട്ടുന്നില്ല. അത്രയും സെക്യൂരിറ്റിയാണ് താജ്മഹലുള്ളത്. അടിപൊളി, നല്ല കാര്യമാണ്. കാരണം അതിനുള്ള അത്ര വിലപ്പെട്ട സാധനങ്ങളുണ്ട് ഇപ്പോഴും. ഇവിടെയൊക്കെ കച്ചവടം ഉണ്ടെങ്കിലും അതൊക്കെ 2 സൈഡിലായിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ടൂറിസ്റ്റിന് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. കൂടുതൽ സൗണ്ട് ഉണ്ടാക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ഇവിടെ ഒരു അമ്പലം. ഇവിടെ നിന്നും വേറെ ഓട്ടോറിക്ഷയ്ക്ക് ട്രിപ്പ് എടുത്ത് പോകുന്നത് ഒരാൾക്ക് 10 രൂപ തോതിൽ എന്താണ്, ആളാവണ വരെ കാത്തിക്കണമെന്നുള്ളൂ. ഒരാൾക്ക് 10 രൂപയാണ് വണ്ടിക്ക് പോകാൻ. നമ്മൾ പിന്നെ ഓൾറെഡി അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ 100 രൂപ ചാർജ് ആക്കിന് പൈസ വാങ്ങിയില്ല, തിരിച്ച് പോകുമ്പോൾ വാങ്ങിക്കോളാം നടത്തി. അതുകൊണ്ട് ഓട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതാ. അപ്പം താജ്മഹലിനും ആഗ്ര ഫോർട്ടിലേക്കുള്ള യാത്ര പോവുക. ഞാനിപ്പോൾ താജ്മഹൽ മെട്രോ സ്റ്റേഷൻ എടുത്തുള്ളത്. താജ്മഹൽ മെട്രോ സ്റ്റേഷൻ ഇവിടെ മെട്രോയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗേറ്റ് വരുന്നുണ്ട് താജ്മഹലിലേക്ക്. ഒരു ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിലെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോവാം. ഒരു 1/2 കിലോമീറ്ററാണ്. അതെല്ലാം നടക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആണ് നമ്മൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് ഇവിടെ പുറത്ത് ഇറങ്ങിയിട്ട് ഈ ഭാഗത്തുനിന്നും ഇലക്ട്രിക് ഓട്ടോ കിട്ടും. ഒരാൾക്ക് 10 രൂപ വരുന്നുള്ളൂ. പിന്നെ വരുന്നത് ഒരാൾക്ക് 20 രൂപ വരുന്നുണ്ട്. അത് പിന്നെ നമ്മൾ എത്ര ആൾക്കാരെ, 4 ആൾക്കാരെ 3 ആൾക്കാരെ മാത്രമേ കയറ്റിക്കോളൂ. ഈ 10 രൂപ ആകുമ്പോൾ കുറച്ച് ആൾക്കാർ ഒരു മാക്സിമം കയറ്റും. അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് പിടിക്കാൻ പോകണമെങ്കിൽ നമ്മൾ ബാർഗൈൻ ചെയ്തിട്ട് പൈസ. ഞാൻ 100 രൂപ കൊടുത്തത് അത്ര കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. 80, 70 അവർ വരും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ 2ാമത്തെ വഴി എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ നേരെ മുന്നിൽ ഈ ഭാഗത്തൊക്കെ വരുന്നത് 2ാമത്തെ വഴി. പിന്നെ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞില്ല. ഒരു 1/2 കിലോമീറ്ററിൻ്റെ മേലെ ഉണ്ട് പോകാൻ. അപ്പോൾ ഞാൻ വണ്ടി പാർക്ക് ചെയ്തത് ഇവിടെ മെട്രോൻ്റെ പാർക്കിങ്ങിലായിട്ടത്. വണ്ടിൻ്റെ അടുത്തൊക്കെ ഞാൻ പോവാം. ഞാൻ താജ്മഹലൊക്കെ കണ്ട് ആഗ്ര ഫോർട്ടിൻ്റെ അടുത്ത് പോയി. ആഗ്ര ഫോർട്ടിൽ നമ്മൾ ഇപ്പം ഡൽഹിയിലേക്ക് പോണ വഴിയിലാണ്. പോണ വഴിയിൽ ഒരു ഫുഡ് കഴിക്കാൻ കയറിയാണ്. ഞാൻ ദാവൽച്ചാൽ പറഞ്ഞു, ഇവരൊക്കെ ദോശ പറഞ്ഞു. ഇവരൊന്നും രാവിലെ ഭക്ഷണം കഴിച്ചില്ല. ഞാൻ താജ്മഹലിലൊന്നും കുറച്ച് കഴിച്ചിരുന്നു. സ്നാക്സൊക്കെ ഞാൻ കഴിച്ചു. ഇവർക്ക് അവിടുത്തെ അന്തരീക്ഷം ശരിയാക്കുന്ന കാര്യം കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചത് നാളെ വിട്ട് പോയി കഴിയാമെന്ന് പറഞ്ഞല്ലോ. ഫുഡ് ഉണ്ടാക്കണമെന്നും കഴിയത്തില്ല. ടൗണിലല്ലോ ഫുഡില്ല. അപ്പോൾ ദാവൽച്ചാൽ പറഞ്ഞു 153 രൂപ പറഞ്ഞു. അതൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. എക്സ്പ്രസീവാണ് ഒരു കാര്യം. അപ്പോൾ ആഗ്ര ഫോർട്ടിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ അവിടെ പോയപ്പോൾ അതിന് മുന്നിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷെ എന്തായില്ല വെച്ചാൽ എങ്ങനെയാണെങ്കിലും അതിപ്പം 2 വീഡിയോ വരാണ്ട്. ഒന്ന് ഹൈദരാബാദിലെ ഫോട്ടോ, പിന്നെ ഗോവയിലുള്ള ഫോട്ടോ, എല്ലാം സെയിം തന്നെയാണെങ്കിൽ ഇത് കാണാം. അപ്പോൾ എനിക്കൊരു മടുപ്പ് തോന്നി ഉള്ളിൽ കയറാൻ. പക്ഷേ എങ്ങനെയാണെങ്കിലും ഇവിടെ താജ്മഹൽ കാണാൻ വന്നാൽ ആഗ്ര ഫോർട്ട് കാണുന്നത് നല്ലതന്നെ. ഞങ്ങളിപ്പോൾ ഇന്ത്യ ടൂറിൻ്റെ ഭാഗമായിട്ടുള്ളത് അതിലിങ്ങനെ ഹൈദരാബാദും ഗോവയിലൊക്കെ പോയി വന്നുകൊണ്ട് ആ ഫോർട്ടിൽ കണ്ടുകൊണ്ടാണ് കയറാൻ തോന്നുന്നത്. അത്
അതിന് മുന്നിലുള്ള ഫോട്ടോ ഞാനതൊക്കെ ഈ 1-2 കിലോമീറ്റർ ഉള്ളിലുള്ള സാധനങ്ങളാണ് കാണാൻ. ഇപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് യാത്ര ഫുഡ് കഴിച്ച് ഡൽഹിയിലേക്ക് പോകുന്നത്